ക്യാപ്സിക്കം വെച്ച് ചോറിന് കൂട്ടാൻ പറ്റുന്ന, ചോറിനായാലും ചപ്പാത്തിക്കായാലും കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് ക്യാപ്സിക്കം എന്താ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. 4 വലിയ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിന് ശേഷം ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം അത് രണ്ടും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പം ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് മുറിച്ചത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം കൂടെയും ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തോരന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നുള്ളു മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓൾറെഡി എരിവുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാമെന്ന്. അതിന് ശേഷം അതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്കതൊരു ചെറിയ ചൂടിൽ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ചെറിയ ചൂടിൽ ഇതൊന്ന് അടച്ചു വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചേക്കാണ്. അപ്പോൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുക. അതിന് ശേഷം ഒരു അരമുറി തേങ്ങ തിരുമിയതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ തിരുമിയതോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഒന്ന് ഇളക്കി ഇതൊന്ന് തോർത്തിയെടുക്കണം. ആ വെള്ളമെല്ലാം, തേങ്ങയുടെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ചെറിയ ചൂടിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ശരിക്കും ഒന്ന് വെള്ളം തോർത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്സിക്കം തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടാനും ചപ്പാത്തിക്കാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ല ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാപ്സിക്കം തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്കായിട്ട് ഇതൊന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കണേ.